ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട വെള്ളത്തിൽ പ്രോൺസ് വേവിച്ചെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു സവാള ഇതുപോലെ അരിഞ്ഞത്, ഒരു വലിയ സവാളയാണ് കേട്ടോ. പിന്നെ അരമുറി തേങ്ങയുടെ പകുതി തേങ്ങാക്കൊത്താണ് ഈ കാണുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 15 വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുന്നു, വെളുത്തുള്ളി ആഡ് ചെയ്യുന്നു, നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ആഡ് ചെയ്യുന്നു. ഇവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. തേങ്ങാക്കൊത്ത് എപ്പോഴും സവാളയ്ക്ക് മുമ്പ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാൽ തേങ്ങാക്കൊത്ത് കറക്റ്റ് പാകമായിട്ട് കിട്ടുകയുള്ളൂ. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റോളം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി സവാള, നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്യുന്നു, നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി നമുക്ക് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓൾറെഡി പ്രോൺസ് വേവിച്ചപ്പോഴത്തേക്കും നമ്മൾ ഇട്ടിരുന്നു, അപ്പോൾ അതനുസരിച്ച് വേണം സവാളയ്ക്ക് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യാൻ. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഞാൻ ഒരു 10 മിനിറ്റോളം ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അധികം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, കാരണം നമ്മൾ ലാസ്റ്റ് പ്രോൺസ് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഈ പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഈ 3 ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ മസാലാസായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഏകദേശം മസാല ആഡ് ചെയ്ത് ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ വെള്ളമെല്ലാം ഒന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ലാസ്റ്റ് ഇത് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടില്ലേ, വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒരു 2-3 സെക്കൻഡോളം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് നന്നായിട്ട് വരട്ടി കിട്ടും. കണ്ടില്ലേ, ഏകദേശം ഡ്രൈ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്, അധികം മസാലാസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.